ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 13. ലക്ഷ്മിയമ്മേ. പൊടിപ്പിക്കുവാനുള്ള ചുവന്ന മുളക് മുറ്റത്തുണക്കാനായി വെച്ചിട്ട് അതൊന്ന് ചിക്കിയെടുക്കുമ്പോഴായിരുന്നു പാറുവിൻ്റെ അങ്ങോട്ടേക്കുള്ള വരവ്. വാ, ഞാനിപ്പോൾ ഓർത്തേ ഉള്ളൂ നിന്നെ ഇന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന്. ലക്ഷ്മി അവളെ ഇഷ്ടത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മയുടെ മാരാരോട്ടി പോയിട്ട് വരാമെന്നോർത്തിരുന്നതാ. അവൾ പല്ലു മുഴുവൻ കാണിച്ച് അവരെ നോക്കി ചിരിച്ചു. അത് ശരി, ഈ പറയുന്ന വാചക കസർത്ത് മാത്രമേ ഉള്ളല്ലേ? എൻ്റെ മോനെ നിനക്ക് പേടിയാണല്ലേ? മുറ്റത്തെ പൈപ്പിൽ കൈകഴുകിക്കൊണ്ട് അവളോടൊപ്പം തന്നെ ഹാളിലേക്ക് കയറിയവർ. പേടിയോ? എനിക്കോ? അതും നല്ലവനായ ആ ഭദ്രനെ. കുറച്ച് പുളിക്കും. ഇതേ പാർവതിയാ, പാർവതി. ഏത് വീരഭദ്രനെ കൊമ്പ് കുത്തിക്കുന്ന പാർവതി. അവൾ ചുമലൊന്ന് പൊക്കി കോളറിൽ പിടിച്ചുകൊണ്ട് വീരോടെ പറഞ്ഞു നിർത്തി. എന്നിട്ട് ഈ പാർവതി തന്നെയല്ലേ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിണ്ണം കാച്ചത് മേടിച്ച് 2 ദിവസം കുത്തിയിരുന്ന് മോങ്ങിക്കൊണ്ടിരുന്നത്? അത് പറയുമ്പോൾ ലക്ഷ്മി അമ്മ ഉറക്കെ ചിരിച്ചു പോയിരുന്നു. അത് പിന്നെ അന്നങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അല്ലെങ്കിൽ തന്നെ ലക്ഷ്മിയെന്നെ ഒന്ന് നോക്കിക്കേ. ഈ നരുന്ത് പോലിരിക്കുന്ന എനിക്ക് അരിക്കൊമ്പൻ്റെ തുമ്പിക്കയുടെ ഒരു കൊട്ടി കിട്ടിയാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന്. അന്ന് അങ്ങനെയല്ലേ നടന്നുള്ളൂ. ഇതിനൊക്കെ ഞാൻ ബുദ്ധി കൊണ്ടാണ് പ്രതികാരം ചെയ്യാൻ പോകുന്നത്. ലക്ഷ്മി അമ്മ നോക്കിക്കോ, ആ കാട്ടാളേനെ ഞാൻ ഇമ്മ വരപ്പിക്കും. എന്നോടാ മാരാരുടെ കളി. പറഞ്ഞുകൊണ്ട് ഹാളിലെ സെറ്റിയിലേക്ക് അവൾ ഒന്ന് അമർന്നിരുന്നു. എടി പാറു, ഇങ്ങനെ പോയാ നീ അവൻ്റെ കൈ ഇനിയും വാങ്ങിച്ചു കൂട്ടുമെന്നാ എനിക്ക് തോന്നുന്നത്. അവരും അവൾക്കെതിരായി ചെന്നിരുന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇനി അങ്ങനെ എന്നെ തൊട്ട വിവരം അറിയും. അവൾ പുച്ഛത്തോടെ മുഖം വെട്ടിച്ചു. അതെ, കണക്കിന് കിട്ടിയിട്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്നെങ്ങാനും മോങ്ങിയാൽ അന്ന് ഞാൻ ബാക്കി പറഞ്ഞോളാം. ലക്ഷ്മി ഉള്ളിലുള്ള അവരുടെ പേടി മറച്ചു വെച്ചില്ല. എൻ്റെ അമ്മുക്കുട്ടി, ഇതൊക്കെ അതിൻ്റെ ആ സെൻസിൽ അങ്ങ് എടുക്കണം. ഇപ്പം തന്നെ കണ്ടില്ലേ, അങ്ങേരുടെ കുടി ഞാൻ 2 ദിവസം കൊണ്ടല്ലേ പുഷ്പം പോലെ ലക്ഷ്മി അമ്മയെ തെളിവ് സഹിതം കാണിച്ചു തന്നത്. ഇതാ കാരണവന്മാർ പറയുന്നേ, ശക്തിയുള്ള ഒരുവൻ്റെ മുൻപിൽ കളിക്കേണ്ടത് ബുദ്ധി കൊണ്ടാണെന്ന്. പോവാറ് ലക്ഷ്മിക്കുട്ടി, ഇനി അപ്ഡേറ്റ് ആവാനുണ്ട് കേട്ടോ. അവൾ വീറോടെ അവരെ ഗുണദോഷിച്ചുകൊണ്ട് തലയിൽ 2 കൊട്ടുകൊട്ടി. ലക്ഷ്മിയെ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നപ്പോൾ. പാറു പറഞ്ഞത് ശരിയാണ്. വന്നതിൻ്റെ 2ാം പൊക്കം ഭദ്രൻ്റെ കൂടി തെളിവ് സഹിതമാണ് അവൾ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തിയത്. ഇവൾ വന്നതിന് ശേഷമാണ് തൻ്റെ വീടൊരു വീടായി മാറിയത് തന്നെ. ഇവളിവിടെ കാലുകുത്തിയതിന് ശേഷമാണ് ഭദ്രൻ തന്നോട് ഇത്രയെങ്കിലും സംസാരിക്കുവാനായി തുടങ്ങിയതും. അതേ, ഇങ്ങനെ സംസാരം മാത്രമേ ഉള്ളൂ? എനിക്ക് വല്ലതും കഴിക്കാൻ തരുന്നില്ലേ? പെണ്ണ് വയറും തിരുമ്മിക്കൊണ്ട് ചോദിച്ചത് കേട്ടപ്പോഴാണ് അവർ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിയത്. അയ്യോ, ഞാനത് മറന്നല്ലോ പെണ്ണേ. കൈ കഴുകി വാ ലക്ഷ്മിയമ്മ, നിനക്ക് നല്ല ചൂടിയിടിയപ്പോൾ മുട്ടൻകറിയും തരാം. അവളുടെ നെറുകയിലൊന്ന് തലോടിയിട്ട് അവർ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. പാത്രത്തിൽ ഭക്ഷണവും വിളമ്പി ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും പാറു കയ്യും കഴുകി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ലക്ഷ്മി അമ്മയുടെ കൈപ്പുണ്യം സൂപ്പറാണ്. ഇടിയപ്പം മുട്ടക്കറിയുടെ ഗ്രേവിയിൽ കുഴച്ച് അവളത് ആസ്വദിച്ച് കഴിക്കാനായി തുടങ്ങി. അതെയോ? ലക്ഷ്മി അപ്പോൾ ഒരു നിമിഷം നന്ദനയെ ഓർത്തുപോയി. അവൾക്ക് താനുണ്ടാക്കുന്ന മുട്ടക്കറിയും ഇടിയപ്പവും വളരെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ഒട്ടൊരു നൊമ്പരത്തോടെ അവർ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ പൊളിയല്ലേ? ലക്ഷ്മിയും അവളുടെ അരികിൽ കിടന്ന ഒരു ചെയറിലേക്കായി ഇരിപ്പുറപ്പിച്ചു. ഒന്നുകൂടെ തരട്ടെ? അയ്യോ വേണ്ട, ഇപ്പം തന്നെ വയറ് പൊട്ടാറായി. അത് സാരില്ല, ഒന്നുകൂടെ കഴിക്കാനൊക്കെയുള്ള വയറുണ്ട്. ഒന്നും കൂടി അവളുടെ പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് കുറച്ച് കറിയും കൂടി സൈഡിലേക്കായി വിളമ്പിയവർ. എൻ്റെ അമ്മുക്കുട്ടി ഇങ്ങനെ എന്നെ മുട്ടിച്ചാലേ ഞാനങ്ങ് വണ്ണം വെച്ചു പോകും. പെണ്ണ് ചുണ്ടുകൾ ചുളുക്കിക്കൊണ്ട് മുന്നിലിരിക്കുന്ന ഭക്ഷണത്തെയും ലക്ഷ്മിയെയും ഒരുപോലെ നോക്കി. അത് വേഗം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്.
പെൺകുട്ടികളായാലേ ഇത്തിരി വണ്ണമൊക്കെ വേണം. ഇതൊരുമാതിരി എല്ലാം തോലും പിടിച്ചായിരിക്കുന്നേ. അതെങ്ങനെയാ അവിടെ സിറ്റിയിൽ ശരീരം തടിക്കുമെന്ന് പറഞ്ഞ് ഒന്നും കഴിക്കില്ലായിരിക്കും. അവരവളെ ശാസിച്ചു. അമ്മേ. പൊടുന്നനെയാണ് ഭദ്രൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. അപ്പോഴേക്കും പാർവതി ഒന്ന് പരിഭ്രമിച്ചു. ഒന്ന് പതിയെ വിരിച്ചൂടായിരുന്നോ? എരിവ് തലയിൽ കയറി ചുമയ്ക്കുന്നവളുടെ നെറുകയിൽ അവർ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് മകനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പോഴാണ് പാർവതി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭദ്രനും കണ്ടത്. ഇവളെന്നും ഇവിടെ തന്നെയാണോ? മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് ചെറഞ്ഞു. ഇങ്ങേര് കോളേജിൽ പോയിട്ട് എന്താ ഇത്രയും പെട്ടെന്ന് വന്നത്? പാർവതി അപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു. പോയോ മോളെ? ഇപ്പോൾ കുറവുണ്ടോ? ഇനി എരിയുന്നുണ്ടേലേ അമ്മ ഇത്തിരി പഞ്ചസാര കൊണ്ട് തരാം. കയ്യിലിരുന്ന വെള്ളം അവളെ കുടിപ്പിച്ചതിന് ശേഷം ലക്ഷ്മി ആദ്യോടെ അവളെ നോക്കി. അതൊക്കെ എപ്പോഴേ പോയി. അവളൊന്ന് ചിരിച്ചുകൊണ്ട് പാത്രത്തിലെ ബാക്കിയുള്ളത് കൂടി വേഗം വേഗം വാരി കഴിക്കുവാനായി തുടങ്ങി. ഇതൊക്കെ എങ്ങോട്ടേക്കാണോ പോകുന്നത്? കണ്ടാലൊരു അസ്ഥികൂടം പോലെ ഇരിക്കുന്നേ. പാർവതി വീട്ടിൽ വന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ അവൻ മുഖം ചുളുക്കിക്കൊണ്ട് സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. ഓ, നല്ലവനായ ഭദ്രന് ഞാനിവിടെ വന്നത് പിടിച്ചിട്ടില്ലായിരിക്കും. ലക്ഷ്മിയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ പാത്രത്തിലേക്ക് വീണ്ടും തല താഴ്ത്തി. ഇങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിൽ എങ്ങനെ ജീവിക്കും പിള്ളേരെ? ഇരുവരുടെയും ദേഷ്യം കണ്ടിട്ട് ലക്ഷ്മി അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിന് ഞാൻ ലക്ഷ്മി അമ്മയുടെ മകനെയല്ലല്ലോ കല്യാണം കഴിക്കുന്നേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളും. വായിൽ ഇടിയപ്പം കുത്തി കയറ്റിക്കൊണ്ട് വീറോടെ പറയുന്നവളെ എന്ത് ചെയ്യണമെന്നറിയാതെ അവരും കുഴങ്ങി. അതേസമയം തൻ്റെ വീഡിയോ എടുത്തത് പാർവതിയാണെന്ന് എങ്ങനെ അറിയാൻ കഴിയും എന്ന ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ ഭദ്രൻ. വിമലേ. കൃഷ്ണൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടാണ് അവൾ അകത്തു നിന്നും ഓടിയിറങ്ങി ഉമ്മറത്തേക്ക് ചെന്നത്. അവർക്ക് പുറമെ തന്നെ നാരായണിയെ അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. എന്താ അച്ഛേ? അവൾ പരിഭ്രമത്തോടെ വിളി കേട്ടു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒട്ടൊരു ഗൗരവത്തോടെയാണ് അയാൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. അത് കണ്ടപ്പോഴേക്കും വിമല ആദ്യോടെ അടുത്തു നിന്ന് അമ്മയെ നോക്കി. പറഞ്ഞോളൂ അച്ഛേ. വിമല ഒട്ടൊരു പേടിയോടെ അയാളുടെ മുന്നിൽ ചെന്ന് നിന്നു. ഞാനിന്ന് മേപ്പത്തൂരെ കാണാനായി പോയിരുന്നു. അത്രയും നേരം നെഞ്ചിടിപ്പോടെ അവിടെ നിന്നിരുന്നവർ ഒരു നിമിഷം തങ്ങൾ കേട്ടത് സത്യമാണോ എന്ന് സംശയിച്ചുകൊണ്ട് തമ്മിൽ തമ്മിൽ നോക്കി. എന്തിന്? നാരായണിയും വിമലയും ഒരുപോലെയാണ് അത് ചോദിച്ചത്. പാറുവിൻ്റെ കാര്യത്തിന് വേണ്ടി. അത് കേട്ടതും ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ വിമലയ്ക്ക് തോന്നി. നാരായണിയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. എന്താ? എന്തേലും കുഴപ്പമുണ്ടോ എൻ്റെ കുട്ടിക്ക്? പേടിയോടെ വിമലയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഉണ്ട്. അവളുടെ ജാതകം പാപജാതകമാണ്. മംഗലശ്ശേരി തറവാടിന് മേൽ ആ വാർത്ത മിന്നൽ പിണറുകൾ വീഴ്ത്തി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാൻ കേട്ടോ. സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ.